ഞാൻ എന്ത് കർത്തവ്യം താൻ പറഞ്ഞു? ഇടിയൻ കർത്ത ഒരു വെയിറ്റ് ഇരിക്കട്ടെ എന്ന് കരുതി സാർ. അനാവശ്യമായ വിശേഷണങ്ങൾ ചേർത്ത ആളുകളെ പരിചയപ്പെടുത്തിയാൽ നേരിൽ കാണുമ്പോൾ ജനങ്ങളുടെ ഇംപ്രഷൻ പോകും. അതല്ലെങ്കിലും പോകും സാർ. അത് ഞാൻ എന്റെ കോട്ട് കൊണ്ട് കവർ ചെയ്യും. താനെന്ത് ചെയ്യും? ഇവിടുത്തെ സിറ്റുവേഷൻ എങ്ങനെ? വളരെ ഓക്കെയാണ് സാർ. സാറിന് ഇരിക്കാനുള്ള അന്തരീക്ഷം ഞാൻ ഒരുക്കിയിട്ടുണ്ട്. പീപ്പിൾ ലാക്കിംഗ് ഇന്റലിജൻസ് ഷോ ദെയർ മസിൽ പവർ. എല്ലാവരും കേട്ടല്ലോ. അതിന്റെ മീനിങ് പിന്നീട് എനിക്ക് പറഞ്ഞു തരണേ സാർ. ഓക്കേ, കം ഓൺ. കമിങ് സർ. പണ്ട് ഞാനൊരു ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയെ വളർത്തിയിരുന്നു. മെരുങ്ങാൻ സമയമായിട്ട് മെരുങ്ങാതെ അതൊരു ദിവസം എന്റെ നേരെ കുരച്ചു ചാടി. ഞാനൊരു പിസ്റ്റൾ എടുത്ത് ഡിഷിം ഡിഷിം ഡിഷിം. മെരുക്കാൻ ശ്രമിച്ചിട്ടും മെരുങ്ങാത്തവർക്ക് എന്റെ ഈ ജീവിതകഥ ഒരു പാഠമായിരിക്കട്ടെ. സാർ ഇവിടെയെങ്കിലും വേറൊരു കഥ പറയുമെന്ന് വിചാരിച്ചു. പ്രൊസീജിയർ കോഡ് ഡിമാൻഡ്സ് വിമൻ പോലീസ് പാർട്ടിസിപ്പേഷൻ. ദുർഗ 98 കിലോ തൂക്കവും 8.5 കുതിരശക്തിയുമുള്ള ഞങ്ങളുടെ സർക്കിളിലെ ഏക വനിതാ കോൺസ്റ്റബിൾ. നിങ്ങളുടെ ഹോസ്റ്റലിലേക്ക് ഈ വസ്തു മതിയാവോ? പ്ലീസ് മാറിക്ക്. ഗുഡ് മോർണിംഗ് കമ്മീഷണർ. ഞാൻ ഫാദർ കച്ചറത്തറ. എത്രത്തറയല്ല, കച്ചറത്തറ മൈ ഫാമിലി നെയിം. പിന്നെ ഇവരിവിടുത്തെ മേട്രനാണ് മേരി പയസ്. വളരെ സ്ട്രേഞ്ച് നെയിം ഇല്ലേ സാർ? മേരി പൈൽസ്. പയൽസ് അല്ല, പയസ് ഹസ്ബൻഡ് ആണ്. ആയിക്കോട്ടെ മിസ്സസ് മേരി പയസ്. അതായത് നമുക്ക് ഈ ഹോസ്റ്റൽ ഒന്ന് സെർച്ച് ചെയ്യണം. ആരാണ് ലേഖയും ജൂലിയും? ഞാനാ സാർ ലേഖ. ജൂലി എവിടെ? ഞാനാണ് സാർ ജൂലി. ലേഖയും ജൂലിയും എന്റെ കൂടെ വരണം. നിങ്ങളുടെ മുറി ഒന്ന് കാണണം. ഓക്കേ സാർ. വിഘ്നേശ്വർ, എല്ലാ റൂംസും വിശദമായി സെർച്ച് ചെയ്യണം. ഓക്കെ, വരൂ. പോലീസ് ഫോഴ്സ് ഇവിടെ തന്നെ നിന്നാ മതി. ഈ പെൺകുട്ടികളെ പുറത്തേക്കോ അകത്തേക്കോ വിടരുത്. മേട്രൻ, യു കം വിത്ത് മീ. രണ്ടാളുടെ മുഖത്തൊരു കള്ളലക്ഷണം ഉണ്ടല്ലോ. അങ്ങനെയൊന്നുമില്ല സാർ. ഇങ്ങനൊരു അനുഭവം ഇത് ആദ്യമായിട്ടാ. അതുകൊണ്ടാ സത്യത്തിൽ പേടിച്ചു പോയി സാർ. ഓഹോ, എന്നെ കണ്ടിട്ടാണ് ഒട്ടും പേടിക്കണ്ട. സ്നേഹിക്കാൻ കൂടി അറിയാവുന്ന ഒരു പോലീസ് ഓഫീസറാണ് ഞാൻ. എ ഹാർട്ട് ഫുൾ ഓഫ് ലവ്. നിങ്ങളിൽ ആരുടെ ലവറാണ് രമേശ്? പേടിക്കണ്ട. ലവ് എന്ന് പറയുന്നത് മനസ്സിന്റെ ഒരു പ്ലസന്റ് ഫീലാണ്. അതിന് പ്രായഭേദമില്ല. ഐ ലൈക്ക് ഇറ്റ്. രമേശ് ഞങ്ങളുടെ ലവർ ഒന്നും അല്ല സാർ. ഹി ഈസ് എ ബെസ്റ്റ് ഫ്രണ്ട്. അത്രേ ഉള്ളൂ സാർ. യുവർ ബോയ് ഫ്രണ്ട്? യെസ് സാർ. എന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫ്രണ്ടായി കണക്കാക്കാം. ഞാൻ ഇപ്പോഴും ഒരു യങ് മനസ്സുള്ള സ്റ്റുഡന്റിനെ പോലെയാ. സ്റ്റിൽ ഐ ആം എ ബാച്ചുലർ ബോയ്, യു നോ. ഈ രമേശിന് ആരൊക്കെയുണ്ട്? അമ്മ മാത്രമേ ഉള്ളൂ എന്നാ തോന്നുന്നു. നന്ദിനി പ്രസാദ് അല്ലേ? അതെ സാർ. അവരെ അറിയോ? അറിയാം സാർ. അതർ റിലേറ്റീവ്സ്? അറിയില്ല സാർ. ഇതിലാണ് സാർ. ഓ, താങ്ക് യു. ഈ ഹോസ്റ്റലിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ പോലീസുകാർ കയറി ഇറങ്ങുന്നത്. പോലീസുകാർ കയറി ഇറങ്ങുന്നത് ഒരു ഹോസ്റ്റലിന്റെ ഐശ്വര്യമാണ് മിസ്സസ് മേരി പൈൽ. എല്ലായിടവും നല്ലതുപോലെ അരിച്ചു പറക്കിക്കോണം. ഒരാളെ ഒന്നുമല്ല, 5-8 ആളുകളെ ഒളിപ്പിച്ച് താമസിപ്പിക്കാൻ വലിയ പ്രയാസമൊന്നുമില്ല അല്ലേ? നോ സാർ, മേരി മാഡം ഭയങ്കര സ്ട്രിക്റ്റാ. അല്ലെങ്കിൽ ഒളിപ്പിച്ചേനെ അല്ലേ? സാർ ഇതാണ് റൂം. ഓഹോ, എന്താ സാർ ഇവിടെ ഒരു പുരുഷഗന്ധം? ഇവിടെ തീർച്ചയായും ഒരു പുരുഷന്റെ ഗന്ധമുണ്ട്. അത് സാറ് പുരുഷനാണല്ലോ. അല്ലല്ല. അയ്യോ അല്ലേ സാർ? അതല്ല, ഞാൻ മറ്റൊരു പുരുഷന്റെ ഗന്ധം എന്നാണ് ഉദ്ദേശിച്ചത്. സാറിന് തോന്നുന്നതായിരിക്കും. തോന്നുകൊണ്ടാണല്ലോ ചോദിക്കുന്നത്. ഇല്ല സാർ, സാറല്ലാതെ മറ്റൊരു പുരുഷൻ ഇവിടെ വന്നിട്ടേ ഇല്ല. ഞങ്ങളുടെ കസിൻസ് വന്നാൽ പോലും താഴത്തെ ഗസ്റ്റ് റൂം വിട്ട് മുകളിലേക്ക് വരാൻ മേരിമേടെ സമ്മതിക്കില്ല സാർ. ഈ റൂം വളരെ സ്പേഷ്യസ് ആണല്ലോ. ഹോസ്റ്റലിലെ എല്ലാ റൂംസും ഇതുപോലെയാണോ? അല്ല സാർ, ഇത് മുത്തച്ഛനും മാനേജ്മെന്റുമായിട്ടുള്ള ധാരണയില് സ്പെഷ്യൽ ആയിട്ട് കിട്ടിയതാ. ആരുടെ മുത്തച്ഛൻ? ലേഖ ലീഡർ കെയറിന്റെ പേരക്കുട്ടിയാണ് സാർ. പിന്നെ ഇവളുടെ ഡാഡിയുടെ ഡൊണേഷന്റെ ഒരു പുഷിങ്ങും കൂടി ഉണ്ട് സാർ. ഓ, രണ്ടാളും ഇവിടുത്തെ വലിയ വിഐപീസ് ആണല്ലേ? അങ്ങനെയൊന്നുമില്ല. ഇന്ന് ഗോൾഡൻ ജൂബിലി ഡേ ആയതുകൊണ്ട് മേക്കപ്പിന് മറ്റേ എടുത്ത് വെച്ചതാ സാർ. ചെറുതായിട്ട് മീശ ഉള്ള ചിലര് ഹോസ്റ്റലിലുണ്ട് സാർ. അവർക്ക് ഡാൻസിനും മറ്റും മേക്കപ്പ് ചെയ്യാനായിട്ട്. ജൂലി നന്നായിട്ട് മേക്കപ്പ് ചെയ്യുമല്ലേ? നന്നായിട്ടൊന്നുമില്ല സാർ. മൂക്കിലെ രാജ്യത്ത് മുറിമുക്കൻ രാജാവെന്ന് പറഞ്ഞ പോലെ ആർട്സ് ക്ലബ് സെക്രട്ടറി അല്ലേ, അതുകൊണ്ട്. നാർക്കോട്ടിക് സെല്ലിൽ 3 കൊല്ലം പയറ്റിത്തെളിഞ്ഞ് എന്നോട് കള്ളം പറയണ്ട. ട്രിവാൻഡ്രം എയർപോർട്ടിൽ 5 കോടിയുടെ ബ്രൗൺ ഷുഗറുമായി എത്തിയ മുഹമ്മദ് അൻസാരിയെ വെറും സ്മെല്ല് കൊണ്ട് കണ്ടുപിടിച്ച് കസ്റ്റഡിയിലെടുത്തവനാ ഞാൻ ഉണ്ടെങ്കിൽ പിന്നെ പോലീസ് നായയുടെ ആവശ്യമില്ലെന്ന ഡിപ്പാർട്ട്മെന്റിലെ മുഴുവൻ പേരും പറയുന്നത്. I have my own style of investigation, you know. I am too intelligent. ഇനി പറയൂ, രമേശിനെ എവിടെയാണ് ഒളിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. പറഞ്ഞില്ലല്ലോ. രമേശിനെ ഞങ്ങൾ എന്തിനാ സാർ ഒളിപ്പിക്കുന്നത്? ഗസ്, ഇതാരെഴുതിയതാ? ഇവളുടെ പണിയാ. മനസ്സിൽ എന്തെങ്കിലും തോന്നിയാ എവിടെയാന്നൊന്നും നോക്കില്ല, കുത്തി വരയ്ക്കും. അതാ സ്വഭാവം. യെസ്, ഗസ്. നിങ്ങൾ എന്തിനു രമേശിനെ വിളിപ്പിക്കണം?
സ്റ്റെഫി ഗ്രാഫ്, സാനിയ മിർസ നിങ്ങളുടെ ഫേവറേറ്റ്സ് ആണോ? അതെ സർ. ക്രിക്കറ്റ് കളിയൊക്കെ ഇഷ്ടമാണോ? അതെ. രമേശ് നല്ല ക്രിക്കറ്റ് പ്ലെയർ ആണല്ലേ? അതെ സർ. നിങ്ങൾക്ക് അവനോട് ആരാധനയാണല്ലേ? ഇല്ല സർ. ആരാധന മൂത്തൊരു ക്രിമിനലിനെ ഒളിപ്പിച്ചാലുള്ള അവസ്ഥ അറിയാലോ. എന്താ സർ? കോബ്ര. കണ്ട പങ്കായത്തിന് അടിച്ച പോലത്തെ പാട് കണ്ട. ചുടുകാരക്കിഴി ബെസ്റ്റാ. ഈ ഒരു പാടേ ഉള്ളൂ. എന്താ പോരെ? അല്ല, അവന്റെ അടിയുടെ ഒരു ഊക്കനുസരിച്ച് ഒരു 5-6 എണ്ണെങ്കിലും കാണേണ്ടതാ. കണ്ട അത്രയും കാണാത്തതിൽ നിനക്ക് വലിയ വിഷമല്ലയോ? അല്ല സർ, ഒരെണ്ണമെങ്കിലും കണ്ടല്ലോ എന്നുള്ള സന്തോഷമേ ഉള്ളൂ. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് ഒരെണ്ണം അല്ലേ ഉള്ളൂ എന്നാ. പോയി നീ അങ്ങനെ അധികം ഉദ്ദേശിക്കല്ലേ. ഡിസ്റ്റർബൻസ് ഉണ്ടാക്കാതെ പോ. തല്ല് കിട്ടിയതല്ലേ. മിനിസ്റ്റർ അല്പം റിസ്ക് എടുക്കട്ടെ. റിസ്ക് അല്ല പിന്നെ തെറ്റിച്ചേ പറയൂ. ആ യൂത്ത് വിങ്ങിന്റെ വിജയനും പങ്കജാക്ഷനും വന്ന് കാണാൻ നിൽക്കുന്നു. എന്തോന്ന് അടിയുടെ പാടോ? അല്ല സാറിനെ ഒരു ഊത്തിനെ ഇങ്ങോട്ട് കയറ്റി വിടണ്ട. ഓ, IG പോയോടോ? ഇല്ല, TV ന്യൂസ് കണ്ടോണ്ടിരിക്കുക. ഇപ്പൊ കുറച്ചുകൂടി സ്ലോ മോഷനിലാ കാണിച്ചോണ്ടിരിക്കുന്നത്. അടി കൊണ്ട് സാറിങ്ങനെ പറന്നു വീഴുന്ന. ആ കുന്ത്രാണ്ടോ അടിച്ച് പൊട്ടിക്കണോ? മനുഷ്യനെ നാണം കെടുത്താൻ വേണ്ടി ഓരോരുത്തന്മാര് കച്ച കെട്ടി ഇറങ്ങിയിരിക്കുക. തെണ്ടികള്, പാട്ടികള്. താൻ പൊട്ടിക്കണ്ട, ചെന്ന് ഓഫ് ചെയ്. ചെല്ല്. അവന്മാർക്ക് ചാകരയല്ലേ കിട്ടിയേക്കണത്. ചാകര. അതാരാ? ഹലോ, അതേടാ ഞാൻ തന്നെ. നീ എന്നാ ഈ പറയുന്നത്? മന്ത്രിയാവുമ്പോ അങ്ങനെ ചെളിവാരി അറിയാൻ പലരും കാണും. അസൂയ അല്ലാണ്ടെന്താ? നിന്റെ ചേട്ടനെ കുറിച്ച് നിനക്കറിയാമേലേ? തികഞ്ഞ ഒരു ഗാന്ധിയനായ നടേശൻ അങ്ങനെ ചെയ്യുമെന്ന് നീ കരുതുന്നുണ്ടോ? എന്താ പറഞ്ഞു TV കണ്ടെന്നോ? ചുമ്മാ ക്യാമറ ട്രിക്ക്. ശരി. ഓ, ഈ TV കാരന്മാരെ കൊണ്ട് തോറ്റ്. ലണ്ടനിൽ നിന്ന് ദിനേശനാ. എനിക്ക് മനസ്സിലായി. ലണ്ടനിൽ ഡ്യൂപ്ലിക്കേറ്റ് പോയ ദിനേശനല്ലേ? തെറ്റിയല്ലേ? തെറ്റി. ഒരു വാക്ക് നേരെ പറയാൻ അറിഞ്ഞൂടാ. പ്രധാനമന്ത്രിയാവാനാ മോഹം. ഡ്യൂപ്ലിക്കേഷൻ അല്ലടോ, ഡെപ്യൂട്ടേഷൻ. ഉദ്ദേശിച്ചത് അത് തന്നെയാണ്, പക്ഷെ സ്പെല്ലിംഗും തെറ്റിപ്പോയി. എന്തായടോ? കോളേജും ഹോസ്റ്റലും എല്ലാം സെർച്ച് ചെയ്തു സാർ. അവനെ കിട്ടിയിട്ടില്ല. സിറ്റിയിൽ ഇപ്പൊ പോലീസ് തിരയുന്നുണ്ട്. നാട് മുഴുവൻ മിനിസ്റ്ററുടെ പാർട്ടിക്കാർ പ്രക്ഷോഭം തുടങ്ങിയിരിക്കുക. കോവളത്ത് 3 ബസ്സുകൾ കല്ലെറിഞ്ഞ് തകർത്തിട്ടുണ്ട്. കൊല്ലത്ത് പോലീസ് ജീപ്പും കത്തിച്ചു. TV ചാനലുകാർ ആ ചെക്കൻ മിനിസ്റ്റർ എടുത്തിട്ട് തല്ലുന്നത് റിപ്പീറ്റ് ചെയ്ത് കാണിച്ചുകൊണ്ടിരിക്കുക. കരാറ്റെ പഠിച്ചത് കൊണ്ടാണ് അവന് ചാടി വീണ് ചവിട്ടാൻ പറ്റിയത്. ഈ മിനിസ്റ്റർ അല്പ കരാറ്റെ പഠിച്ചിരുന്നെങ്കിൽ അവന്റെ ഇടി കൊണ്ട് തെറിച്ച് വീഴില്ലായിരുന്നു. കുഴപ്പമായോ? ഇപ്പൊ മിനിസ്റ്റർക്ക് എങ്ങനെയുണ്ട് സാർ? കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഒരാളെയും കാണാൻ കൂട്ടാക്കുന്നില്ല. ഡോക്ടേഴ്സിനെ പോലും അലോ ചെയ്യുന്നില്ല. ആരും വേണ്ടെന്ന് പറയുന്നത്. ആകെ നാണക്കേടായില്ലേ? ആ MLA തങ്കപ്പനും PA കൂടി ആവി പിടിച്ചോണ്ടിരിക്കുക. തന്നെ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ചെന്ന് സമാധാനം എന്താ വെച്ചാൽ ബോധിപ്പിച്ചോ സാർ. കമ്മീഷണർ സാറേ, ഞങ്ങളുടെ മിനിസ്റ്ററെ തല്ലിയവനെ നിങ്ങൾ പിടിച്ചില്ലെങ്കിൽ ഞങ്ങൾ പിടിക്കും. അവന്റെ അമ്മയെ മിനിസ്റ്റർ അദ്ദേഹം മാനം കടത്തിന്ന് പറഞ്ഞല്ലേ നടക്കുന്നത്. അമ്മയുടെ മോന്റെ ശവം ഞങ്ങൾ കാണിക്കില്ല. എന്തിനാ സാറേ ഈ തൊപ്പിയും വെച്ചുകൊണ്ട് നടക്കുന്നത്? തൊപ്പിയും വെച്ച് നടക്കുന്നത് തന്റെ നേതാക്കന്മാര് പെണ്ണ് പിടിക്കാനും മറ്റു തെമ്മാടിത്തരത്തിനൊക്കെ പോകുമ്പോ എസ്കോട്ട് പോകാൻ. ഒന്ന് പോടോ. പാർട്ടി ടിക്കറ്റ് തരാം, MLA സ്ഥാനം തരാന്നൊക്കെ പറഞ്ഞ് കൊതിപ്പിക്കാൻ തുടങ്ങിയിട്ട് നാള് കുറെ ആയി. നമുക്ക് ഈ ചുരണ്ടല് തന്നെ മിച്ചം. ഇത്തവണ സ്വർണം ഞാൻ ചുരണ്ടി എടുക്കും. ദാസപ്പൻ വളരെ ബിസിയാണെന്ന് തോന്നുന്നു. ഞാനിത് ചുരണ്ടിക്കൊണ്ടിരിക്കുക. ഖജനാവിന്ന് ആവശ്യത്തിന് ചുരണ്ടുന്നുണ്ടല്ലോ, അത് പോരെ? എന്ത്? അല്ല, സ്വർണത്തം പോലെ ചുരണ്ടെന്ന കാര്യം സാർ ഉദ്ദേശിച്ചത്. 2 ചിഹ്നം കൂടി ഒത്തു വന്നിരുന്നെങ്കിൽ സ്വർണം ഉറപ്പായിരുന്നു. മിനിസ്റ്റർക്ക് ഞവരെ കിഴി, തനിക്ക് സ്വർണ്ണത്തം പോലെ. മിനിസ്റ്ററുടെ അണപ്പില് 2 പോയിന്ന് കേട്ടത് ശരിയാണോ? അതിന് ഇനി സമയമുണ്ടല്ലോ, താൻ ബേജാറാവണ്ട. മിനിസ്റ്റർ അടിച്ചോ ആഞ്ഞടിച്ചോ, അതിനൊന്നും ഒരു കുറവുമില്ല. ഇടോ, നിങ്ങളെ തൊലിഞ്ഞ സല്യൂട്ട് അല്ലേ എനിക്ക് വേണ്ടത്. ആ റാസ്കലിനെ പിടിച്ചോ. അവനെ പിടിക്കാൻ വല വീശി കഴിഞ്ഞു. വിരിപ്പോലെ വിരിച്ച് കാത്തിരുന്നിട്ട് കാര്യമൊന്നുമില്ല. ഇങ്ങാട് നോക്കണോ, വീശി വലത് ഇങ്ങനെ അങ്ങ് എടുത്തിട്ടുണ്ടല്ല, വട്ടത്തിൽ ഇങ്ങനെ അങ്ങോട്ട് വീശണം. അങ്ങനെയും വീശിട്ടുണ്ട്. മനസ്സിലായില്ലേ? തന്നെ ഊതിയതാടോ. കർത്താവിനാണോ ചോദിച്ചത്? കർമ്മം മറുപടി പറയണ്ട. മിനിസ്റ്റർ ഭയങ്കര ജോളിയാ. ഇത്രയും വലിയ സന്നാഹങ്ങൾ ഉണ്ടായിട്ടും ഇത്തിരി പോകുന്ന ഒരു പീക്കിരി ചെക്കനെ ഇതുവരെ പിടിക്കാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞാൽ? അത് പറഞ്ഞിട്ട് കാര്യമില്ല സാറേ.
കൊമ്പൻ സ്രാവുകൾ എളുപ്പത്തിൽ വലയെ കൊടുക്കും, വരാലുകൾ പിടിതരില്ല, വഴുതി പോകും. പറഞ്ഞ ശരിയല്ലടോ? അനുഭവസ്ഥനായ സാറ് പറയുമ്പോ ഞാൻ എങ്ങനെ എതിര് പറയും? ആ എന്താ പറഞ്ഞ സാറത് ജനറൽ അല്ലാതെ പഴയ മീൻപിടുത്തമല്ല. ഇതും പിന്നല്ലാതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, 24 മണിക്കൂറിനകം ആ തെമ്മാടിയെ പിടിച്ച് തലയടിച്ച് പൊട്ടിച്ചില്ലെങ്കിൽ ഈ മണിക്കൂറിന്റെ കണക്കൊക്കെ പറഞ്ഞു വരട്ടുന്നത് പഴയ രീതിയാണ് സാർ. പോലീസുകാർ അവരുടെ പണി ചെയ്യുന്നുണ്ട്. ഈ വിളിച്ചു വരുത്തിയ സമയം കൊണ്ട് തന്നെ അന്വേഷണം എത്രയോ മുമ്പോട്ട് പോകുമായിരുന്നു. വിത്ത് യുവർ പെർമിഷൻ സാർ. വിഘ്നേശ്വർ കമാൺ. ഒന്ന് പോടും. ഒരു ഇടിയൻ കർത്ത. എന്തോന്ന് ഇടിയൻ? ഇവൻ ഇടിക്കാൻ പോയിട്ട് ഒരാളെ നുള്ളു പോലും ചെയ്തിട്ടില്ല. പിന്നെ ആരിവൻ ഈ പേരിട്ടത്? അതറിയത്തില്ലേ? ഇവന്റെ അച്ഛന്റെ പേര് ഇടിയൻ പാക്കരൻ, ഇവന്റെ അപ്പൂപ്പന്റെ പേര് ഇടിയൻ ചങ്കരൻ. അപ്പൊ കുടുംബം മുഴുവൻ പോലീസാ? എവിടെ പോലീസ്? അയ്യോ, അവലിടിയല്ലേ ഇവരുടെ കുലത്തൊഴില്. അതിലിളയവന്റെ പേര് ഇടിയൻ കർത്ത. അഹങ്കാരത്തിന് ഒരു കുറവുമില്ല. ഇവനെയൊക്കെ സർവീസിന്ന് ടെർമിനേറ്റ് ചെയ്യണം. തെറ്റിയല്ലേ? കറക്റ്റാണോ? ദൈവമേ, ഇന്ന് ഇടിവെട്ടി മഴ പെയ്യും. എന്നാ കടലിൽ മീൻ പിടിക്കാൻ പോണവരോട് സൂക്ഷിച്ചോണ്ടെന്ന് മൊബൈലിൽ വിളിച്ച് പറയട്ടാ. എന്നാ മേഡത്തിനോട് പറയാം സാർ. ഓക്കെ. ആരാ? ഞാനാണ് കമ്മീഷണർ കർത്ത. പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോ പിന്നെയും പിന്നെയും കാണണമെന്നൊരു തോന്നൽ. എന്താ വിളിച്ചത്? എന്നോട് ക്ഷമിക്കണം, പ്രിൻസിപ്പൽ അച്ഛൻ ഇതുവരെ എത്തിയിട്ടില്ല. അച്ഛൻ വന്നിട്ട് പോരെ സർ? അച്ഛനെയല്ല, ഇവരെ കാണാനാണ് ഞാൻ വന്നത്. ലേഡീസ് ഹോസ്റ്റലിൽ മദ്യത്തിന്റെ ഗന്ധം. ഞാൻ അച്ഛനെ ഒന്നുകൂടി ഫോൺ ചെയ്തിട്ട് വരാം. വളരെ ബോൾഡായ കോളേജ് യൂണിയൻ ചെയർപേഴ്സൺ ഇങ്ങനെ വിറയ്ക്കാനും വേർക്കാനും ഒന്നും പാടില്ലല്ലോ. എന്ത് പറ്റി? രമേശിനെ കുറിച്ച് അറിയാവുന്നതൊക്കെ ഞങ്ങൾ പറഞ്ഞല്ലോ സാർ. രമേശിനെ കുറിച്ച് അറിയാനല്ല, മിനിസ്റ്റർ നടേശന്റെ മരണത്തെ കുറിച്ച്. മരിച്ചതല്ല, കൊന്നതാണ്. ആരാണ് സാർ കൊന്നത്? ഞാൻ കണ്ടില്ല. കൊന്നയാൾ എന്നോടൊന്നും പറഞ്ഞതുമില്ല. നിങ്ങളോട് വല്ലതും പറഞ്ഞോ? ഞങ്ങൾക്കൊന്നും അറിയില്ല സാർ. അറിയില്ല? ഇല്ല. ദുർഗ സാർ. ഹമീദേ. ഇയാളെ അറിയോ? അതല്ല, ഇയാളെ അറിയോ? ഇല്ല സാർ. താൻ പറഞ്ഞ രണ്ടുപേരിൽ ഈ കുട്ടിയുണ്ടോ? തന്നെ. ഇത് തന്നെ സാർ സോഫിയോഗ്രാഫ്. ഹമീദേ, വേലായുധനെ കൊണ്ടുപോയിക്കോളൂ. ഇനിയിപ്പൊ സാനിയ മിർസ കൂടി എവിടെ ഉണ്ടെന്ന് അറിഞ്ഞാ മതി. എവിടെ ഉണ്ടെന്ന് പറയൂ. കുളിക്കാണ് സാർ. കുളിക്കാണോ അല്ല കുളിക്കും പോലെ കളിക്കാണോ? സഞ്ചരിച്ച വണ്ടി സ്കൂട്ടി പെപ്പ്. ചെന്നു, നിമിഷ നേരം കൊണ്ട് ചെയ്യേണ്ടത് ചെയ്തു, പറന്നിങ് പോന്നു. ഇല്ല സാർ, ഞങ്ങളവിടെ ചെന്നപ്പോ മിനിസ്റ്റർ രക്തത്തിൽ കുളിച്ച് മരിച്ചു കിടക്കായിരുന്നു. അപ്പൊ അവിടെ പോയിരുന്നു. ദുർഗ സാർ. സാനിയ മിർസയോട് ബാത്റൂം തുറക്കാൻ പറയൂ. കുട്ടി, വാതിൽ തുറക്കൂ. ഓപ്പൺ ദി ഡോർ. ദർവാസ ഖോലോ. ബഹുഭാഷ വേണ്ട, മലയാളത്തിൽ പറഞ്ഞാ മതി. കടക് തുറക്കാനാ പറഞ്ഞേ. ലേഖേ, ആരാത്? കമ്മീഷണർ കർത്ത സാറാണ്. നീ വാതിൽ തുറക്ക്. അയ്യോ, ഞാൻ കുളിക്കുവാ. ഒരുപാട് കുളിച്ചാ പനി പിടിക്കും. വാതിൽ തുറക്കു കൂട്ടി. സാറ് പറഞ്ഞത് കേട്ടില്ലേ? കടക് തുറക്കാൻ. തുറക്കാനാ പറഞ്ഞത്. തുറക്കാ. അയ്യോ. വാതിലടക്കാൻ പറയൂ. കുളിക്കുകയാണെങ്കിലും കുളിക്കല്ലെങ്കിലും ഈ പെൺകുട്ടി ഡിപ്പാർട്ട്മെന്റിനോട് ഇത് ചെയ്യാൻ പാടില്ലായിരുന്നു. എന്ത് നടപടി എടുക്കണമെന്നും പിടികിട്ടുന്നില്ല. നിന്ന് കിണിക്കാണോ? ഡിപ്പാർട്ട്മെന്റിന്റെ അന്തസ്സിനെ പറ്റി ഓർമ്മ വേണം. അയ്യോ സാർ, ഞാനത് അറിയാതെ. എന്റെ ലൈഫിലെ ആദ്യത്തെ സംഭവമാണിത്. ആ കുട്ടിയോട് എന്തെങ്കിലും ഒരു ഡ്രസ് എടുത്തിട്ട് പുറത്തേക്ക് വരാൻ പറയൂ. ലേഖ വരൂ. കുട്ടി, വേഗം ഡ്രസ് ചെയ്തു വരൂ. ഞാൻ പുറത്ത് വെയിറ്റ് ചെയ്യാം. ശരി. നിങ്ങൾ എന്തിനാണ് ആ സമയത്ത് മിനിസ്റ്ററെ കാണാൻ പോയത്?
രമേശ് പോലീസിന്റെ കയ്യിൽ പെട്ടാ പിന്നെ ബോഡി പോലും കാണാൻ പറ്റില്ലെന്ന് സ്റ്റീഫൻ പറഞ്ഞപ്പോ ഞങ്ങൾ ആകെ പേടിച്ചു പോയി. സ്റ്റീഫൻ എന്ന് പറയുന്നത് റബൽ ഗ്രൂപ്പിന്റെ ലീഡർ അല്ലേ? അതെ സാർ, അവനാണ് ഞങ്ങള് രമേശിനെ ഒളിപ്പിച്ചു വെച്ചു എന്ന് പറഞ്ഞുണ്ടാക്കിയത്. രമേശിനെ പോലീസ് പിടിച്ചോ സാർ? അത് നിങ്ങൾ അറിയേണ്ട കാര്യമില്ല. രമേശ് രമേശ് പേടിക്കണ്ട, അവര് പുറത്തേക്ക് പോയി. ഇങ്ങോട്ട് നോക്കി. എന്റെ ജീവൻ കളഞ്ഞ ഞാൻ നിന്നെ രക്ഷിക്കും, ആർക്കും വിട്ടുകൊടുക്കില്ല, സത്യം. അപ്പൊ സമയം എത്രയായിരുന്നു എന്ന് ഓർമ്മയുണ്ടോ? 8:30-9 കാണും സാർ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നുകിൽ 8:30 അല്ലെങ്കിൽ 9. പറയുന്ന ഓരോ ഉത്തരവും സൂക്ഷിക്കണം. തെറ്റി പറയുന്ന ഒരു ഉത്തരം മതി കൊലക്കയറി വിടാൻ. എനിക്ക് കൃത്യമായി ഓർമ്മയില്ല സാർ. ഇന്ന് ഈ രാത്രിയിൽ സംഭവിച്ചൊരു കാര്യം ഏതാനും മണിക്കൂറുകൾക്കകം മറന്നുപോയി എന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണം അല്ലേ? സാർ, ലേഖ മുറിയിലിരുന്നോളൂ, ശരി സാർ. ഞാൻ വിളിപ്പിക്കാം. ജോലി ഇരിക്കൂ. വരൂ കുട്ടി. കുളിക്കുമ്പോ കഥ തുറക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാണോ ചെയ്യുന്നത്? അതും ബാച്ചലറായ എന്റെ മുമ്പില്. സോറി സാർ, പെട്ടെന്ന് എന്താ ചെയ്യേണ്ടെന്ന് അറിയാതെ ഞാൻ പേടിച്ചു പോയി. എന്തിനാ പേടിച്ചത്? അത് പറയാ സാർ. പേടിക്കണ്ട, ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് സത്യസന്ധമായി മറുപടി പറയണം. പറയാം സാർ. പേടിക്കണ്ട, ഇങ്ങനെ മാറ്റി മാറ്റി ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഞങ്ങളുടെ ഒരു രീതിയാ. രണ്ടാളും പറയുന്നതിന് വല്ല പൊരുത്തക്കേടോ കള്ളത്തരോ ഉണ്ടോന്ന് അറിയാനാ. ഈ പറഞ്ഞതെല്ലാം സത്യമാണല്ലോ? അതെ സാർ. ഒരു മാറ്റമില്ലല്ലോ? ഇല്ല. എക്സ്ക്യൂസ് മീ സർ, പ്രിൻസിപ്പൽ അച്ഛൻ തിരുമേനെ കാണാൻ പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല. സമയം ഒരുപാടായി. ഇനി എന്തെങ്കിലും ചോദ്യം ചെയ്യാനുണ്ടെങ്കിൽ നാളെ നേരം വെളുത്തിട്ട് പോരേ സർ? അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്? ഇവരെ കസ്റ്റഡിയിൽ എടുക്കാനാണ് ഞാൻ വന്നത്. അയ്യോ സർ, പ്രിൻസിപ്പൽ അച്ഛൻ വന്നിട്ട് ഇവരെ എവിടെ വേണമെങ്കിലും കൊണ്ടുവരാം സർ. ദേവി ഇത് ഈ രാത്രിയിൽ ഹോസ്റ്റലിൽ അന്തസ്സിന്റെ പ്രശ്നമാണ്. ഞങ്ങൾ ഇവിടം വിട്ട് എങ്ങോട്ടും പോവില്ല സർ. ഓക്കെ, നാളെ ഞാൻ പറയുന്നിടത്ത് ഇവരെ കൊണ്ടുവന്നിരിക്കണം. ജർമ്മൻ ഷെപ്പേർഡ് പട്ടിയുടെ അവസ്ഥ അറിയാലോ? ദുർഗ, കം ഓൺ. സർ, ഇനി ഈ ആംഗിൾ ഒന്ന് എടുക്കും. ടോപ്പ് ആംഗിൾ എടുക്കും. ഇതുവരെ ഇൻക്വസ്റ്റ് കഴിഞ്ഞില്ലേ? ഇപ്പൊ തീരും സർ. അതിരാവിലെ തന്നെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകുന്ന പറഞ്ഞുകൊണ്ട് ബന്ധുക്കളും മിനിസ്റ്റേഴ്സും ഒക്കെ ഹോസ്പിറ്റലിൽ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുക. ഗേറ്റിന് പുറത്താണെങ്കിൽ പാർട്ടിക്കാരും ജനങ്ങളും തടിച്ചു കൂടിയിരിക്കുക. താൻ ഈ ഫോർമാലിറ്റീസ് ഒക്കെ ഒന്ന് കംപ്ലീറ്റ് ചെയ്യേ. അതെങ്ങനെ സാർ? ഡേലൈറ്റിലല്ലാതെ ഇൻക്വസ്റ്റ് ചെയ്തതെന്നല്ലേ നിയമം? തന്റെ ഒരു നിയമം. മരിച്ചത് സാധാരണക്കാരനല്ല, ഹോം മിനിസ്റ്ററാ. ക്രമസമാധാനം തകർന്നാലതിന് ഉത്തരവാദിത്തം പറയേണ്ട ഞാനാ. DGP ആണ് ഈ ഡൽഹി നിങ്ങൾ എത്തിയിട്ടില്ല. എടോ, ആംബുലൻസ് എത്തിയോടോ? എത്തി സർ. എന്നാ ബോഡി എടുത്തോളാൻ പറ. സർ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, സഭയ്ക്കും തിരുമേനിമാർക്കും ഇപ്പൊ മോശ കാലഘട്ട. പിന്നെ വൈദികനായ എന്റെ കാര്യം പറയണോ? എനിക്കാകെ തല കറങ്ങുന്നത് പോലെ. അതെന്നാ ടെൻഷൻ മാറ്റാൻ നീ രാവിലെ തന്നെ 2 വിട്ടോ? അയ്യോ, പോലീസുകാർക്ക് സംശയിക്കാൻ ഇത് മതി. സൂക്ഷിച്ചു വേണം. നടക്കാം. വീടിന്റെ മുൻവശം നിറയെ പോലീസാ. നമ്മുടെ ആൾക്കാർ നിൽക്കാൻ സമ്മതിക്കുന്നില്ല. എന്താ സർ, ബോഡി ഞങ്ങൾക്ക് അകത്ത് കയറി ഒന്ന് കാണാമോ സർ? നോ, ഇപ്പൊ ആരെയും അകത്തേക്ക് കടത്തി വിടാൻ നിവൃത്തിയില്ല. ബോഡി ഉടനെ പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകും. സർ, ഫോണൊന്നും ഇങ്ങോട്ട് തരണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? നടേശ് സാറിന്റെ അനിയൻ ലണ്ടനിൽ നിന്ന്. ആണോ? എന്നാ അത് പറയണ്ടേ? ദിനേശനാ പുറപ്പെട്ടില്ലേ? അയ്യോ, ഈ അവസ്ഥയിൽ ബോഡി വെച്ചോണ്ടിരിക്കാൻ പറ്റില്ല. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞാൽ ടൗൺ ഹാളിൽ പൊതുദർശനത്തിന് വെക്കും. വൈകിട്ട് തൈക്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കും. എല്ലാവരും അറിയിച്ചിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം. രാഷ്ട്രീയമല്ലേ, ഒരുപാട് ശത്രുക്കൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇന്നലെ കോളേജിലുണ്ടായ കുഴപ്പങ്ങളൊക്കെ അറിഞ്ഞല്ലോ. ഇപ്പൊ ഒന്നും തീർത്ത് പറയാൻ പറ്റില്ല. ശരി. അവിടെ എന്തോ ബോംബ് പൊട്ടലും ബഹളം കാരണം ദിനേശിന് വരാൻ പറ്റില്ലെന്ന്. വിഘ്നേശ്വരൻ, അയാൾ എന്തോടെ നായ മണക്കുന്നതിൽ കുനിഞ്ഞു കിടന്ന് മണപ്പിക്കുന്നത്? പോലീസ് നായയുടെ പണി കൂടി ഏറ്റെടുത്തിരിക്കുക. മേലധികാരി ആയിപ്പോയില്ലേ സാർ? ഈ ഓയിൽ കലർന്ന മണ്ണെടുക്കണം. എടോ കമ്മീഷണറെ, താൻ ഇവിടെ കുനിഞ്ഞിരുന്ന് എന്തെടുക്കുവാടോ? മണ്ണെണ്ണ കലർത്തിയ പെട്രോൾ ഒഴിച്ച് ഓടിക്കുന്ന ഓടി അലഞ്ഞൊരു ഓട്ടോറിക്ഷ ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ട്. മണ്ണെണ്ണ ഒഴിച്ചു ഓടുന്നതാണോ വെളിച്ചെണ്ണ ഒഴിച്ചു ഓടുന്നതാണോ എന്നുള്ളതല്ല പ്രശ്നം. ഓട്ടോയിൽ വന്നതാരാണെന്ന് കണ്ടുപിടിക്കാൻ നോക്ക്. പലതും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു.
സാർ നടേശൻ സാറിന്റെ കുക്കായിരുന്ന അറുമുഖന്റെ വീട്ടിൽ പോയിരുന്നു. അവൻ ഇന്നലെ രാത്രി പോയിട്ട് ഇതുവരെ തിരിച്ചെത്തിയിട്ടില്ല. നടേശൻ സാറിന് ശത്രുക്കളായിട്ട് ആരെങ്കിലും ഉണ്ടോ? അടുത്താൽ ഏത് ശത്രുവും നടേശൻ സാറിന്റെ മിത്രമാണ്. പിന്നെ അകലത്തിലൊരു ശത്രുവുണ്ട്, നടേശൻ സാറിനെ രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ആള്. അതാരാ? ലീഡർ KR. നമസ്കാരം സർ. നമസ്കാരം സാർ. എന്താ മേരി പയസേ, ഹോസ്റ്റലിലെ ഡിസിപ്ലിനൊക്കെ കളഞ്ഞു കുളിച്ചോ? ആ പ്രിൻസിപ്പൾ അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ അച്ചോ ഇതൊക്കെ? KR സാറിന്റെ കൊച്ചുമകളായതുകൊണ്ട് ഞങ്ങൾ ഇത്തിരി കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്തുപോയി. അതിന്റെ കുഴപ്പാ. രണ്ടാളും കൂടി ഇത്രയും ഒപ്പിക്കുമെന്ന് സ്വപ്നത്തിൽ പോലും കരുതിയില്ല. വേണ്ടാത്ത റിസ്ക് എടുക്കണ്ടെന്ന് മോളോട് മുത്തശ്ശൻ പറഞ്ഞതല്ലേ? രാത്രി സമയത്ത് ഈ ഗസ്റ്റ് ഹൗസിൽ നടേശനെ കാണാൻ എന്ത് ധൈര്യത്തിലാണ് നിങ്ങൾ വന്നത്? ആള് മരിച്ചെങ്കിലും അവന്റെ കയ്യിലിരിപ്പിനെ പറ്റി പറയാതിരിക്കാൻ പറ്റുമോ? ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. ഇങ്ങനൊരു സ്ഥലത്ത് കുട്ടികളെ വിളിച്ചു വരുത്തണമായിരുന്നു. സംശയം തോന്നുന്നവരെ ചോദ്യം ചെയ്യുക എന്നുള്ളത് പോലീസിന്റെ ഡ്യൂട്ടി അല്ലേ സാർ? ചിലപ്പോ ഇവർ ഈ കേസിലെ പ്രതികളായിരിക്കാം, അല്ലെങ്കിൽ പ്രധാന സാക്ഷികളായിരിക്കാം. രണ്ടായാലും ക്വസ്റ്റ്യൻ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ സാർ. അച്ഛനും അമ്മയും കൊച്ചിലെ മരിച്ച കുട്ടിയല്ല.